ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇന്നലെ വകുപ്പ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ താങ്കൾക്ക് ലഭിക്കുമായിരുന്ന 3 വകുപ്പുകൾ, നേരത്തെ കെ രാധാകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന 2 വകുപ്പുകളിൽ ഒന്ന് ദേവസ്വം വകുപ്പാണ്, മറ്റൊന്ന് പാർലമെൻ്ററി അഫയേഴ്സുമാണ്. ഈ ദേവസ്വം വകുപ്പ് VN വാസവന് കൊടുത്തു. അത് യഥാർത്ഥത്തിൽ CPM-ൻ്റെ ഒരു ലൈനിൽ നിന്ന് വ്യതിചലിച്ചു എന്നൊരു ആരോപണമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെപ്പോലെയുള്ള ഒരു മന്ത്രിക്ക് ഈ ദേവസ്വം വകുപ്പ് കൊടുത്താൽ എന്താണ് കുഴപ്പമെന്നൊരു ചോദ്യമാണ് പൊതുവെ ഉയർന്നു കേട്ടത്. അതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? ദേവസ്വം വകുപ്പ് ശ്രീ VN വാസവന് കൊടുത്തു, താങ്കൾക്കത് നൽകിയിട്ടില്ല എന്നൊരു ആരോപണമുണ്ട്. അതിനുള്ള താങ്കളുടെ പ്രതികരണം. ഞാൻ എൻ്റെ ചോദ്യം അങ്ങ് കേട്ടു എന്നാണ് കരുതുന്നത്. കെ രാധാകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന ദേവസ്വം വകുപ്പ് താങ്കൾക്ക് നൽകാത്തത്, അതിനെതിരെ ഒരു വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോൾ. അത് CPM-ൻ്റെ ഒരു ലൈൻ അല്ലല്ലോ. CPM നേരത്തെ കെ രാധാകൃഷ്ണൻ അത് കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു സാമൂഹിക നീതിയുടെ എലമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സാമൂഹിക നീതി ഇവിടെ എന്തുകൊണ്ട് പ്രകടിപ്പിച്ചില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് ശ്രീ ഓർക്കേളു? ഇല്ല, അതിൽ വീണ്ടും കട്ടായി. പറഞ്ഞോളൂ, കേൾക്കാം. ശ്രീ ഓർക്കേളു, കേൾക്കാം. എനിക്കൊന്നും അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ അങ്ങനെ ഒരു ആശങ്കയോ ഒരു പരാതിക്കോ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു മന്ത്രിയായി വരുന്നത്. ആദ്യമായിട്ട് മന്ത്രി വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അനുഭവ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതി എന്ന നിലയ്ക്ക് ഈ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നല്ല ഒരു അനുഭവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയത്ത് നമുക്ക് ഒരു പാർലമെൻറ്റുകാര്യ വകുപ്പ് എന്ന് പറയുന്നത് അത് ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ജനപ്രതിനിധിക്ക് മാത്രമേ അത് നിയമസഭയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എന്നെ സംബന്ധിച്ചുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിലിപ്പോൾ ദേവസ്വമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മലബാർ ദേവസ്വം ഉണ്ട്, കൊച്ചി തിരുവിതാംകൂർ ദേവസ്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സങ്കീർണമായിട്ടുള്ള ചില നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതും ഒരു അനുഭവ സമ്പത്തുള്ള തന്നെ ആയിട്ടുള്ള ഒരു മന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഉള്ളൊരു കാഴ്ചപ്പാട്. ഇനി അഥവാ ഒരു പക്ഷേ ഈ വകുപ്പൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടിയും എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ പറയും അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഒരു പക്ഷേ ഞാൻ അത് പറയും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സംബന്ധിച്ചുള്ളത്. ഈ വകുപ്പ് വിഭജനം നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വകുപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതിന് മുമ്പ് താങ്കളോട് അങ്ങനെ എന്തെങ്കിലും അനൗദ്യോഗികമായൊരു സംസാരം നടന്നിരുന്നോ? ഇങ്ങനെ 3 വകുപ്പുകളാണല്ലോ, ഇതിലേത് വകുപ്പ് ഏതെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അങ്ങയോട് ചോദിച്ചിരുന്നോ? അതായത് അങ്ങയുടെ അഭ്യർത്ഥന പ്രകാരമാണോ ആ വകുപ്പുകൾ അങ്ങയിൽ നിന്ന് മാറ്റിയത്? അല്ല, മന്ത്രിയാക്കുന്ന കാര്യം പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. പാർട്ടി അവസാന പൊതു തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കില്ല ചെയ്തത്. ശരി. മുൻകൂട്ടി ഒരു വകുപ്പിനെ സംബന്ധിച്ചില്ലാതെ മന്ത്രിയാക്കുന്നതിനെ പറ്റിയുള്ള സംസാരവും നേരത്തെ ഉണ്ടായിരുന്നു. മനസ്സിലായി. എന്തായാലും അങ്ങ് പറഞ്ഞതിലൂടെ ആ ക്ലാരിറ്റി വന്നിരിക്കുന്നു ശ്രീ ഓർക്കേളു. കാര്യം അതൊരു ചർച്ചയായിട്ട് ഉരുത്തിരിയുന്ന ഘട്ടത്തിൽ താങ്കൾ വിശദമായത് വ്യക്തമായി താങ്കളത് പറഞ്ഞു. മന്ത്രിസഭയിലെ പുതുമുഖം എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തും പരിചയസമ്പന്നതയും കണക്കിലെടുത്തുകൊണ്ടാണ് വകുപ്പുകൾ നൽകിയിരിക്കുന്നത്. അതിൽ കാര്യമല്ല, എൻ്റെ പരിമിതി എനിക്കറിയാലോ. അതെ, പരിമിതിയല്ല, അതിനെപ്പോൾ അങ്ങേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഒരു പുതുമുഖം എന്ന നിലയിൽ പാർലമെന്ററി അഫയേഴ്സ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ്. അപ്പോൾ താങ്കൾ തന്നെ ആവശ്യപ്പെടുമായിരുന്നു ഈ 2 വകുപ്പുകളും ഒന്ന് ഒഴിവാക്കി തന്നാൽ നന്നായിരുന്നു എന്ന് താങ്കൾ തന്നെ താങ്കൾ തന്നെ അപേക്ഷിക്കുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ അങ്ങനെ പറയുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ മിഥുനയും ഭാവനയൊക്കെ എന്താ ചെയ്യുന്നത് കുട്ടികൾ? അവരുടെ കാര്യം ഞാൻ ചോദിച്ചില്ല. മൂത്ത മോള് മിഥുന ഇപ്പോൾ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ഇളയ മകള് ഭാവന ഇപ്പോൾ PSCക്ക് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഹൗസ് വൈഫാണ്. ഇതിനകത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ജോലിയാണല്ലേ ഇത് ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ, അല്ലേ? അല്ലല്ല, നമ്മുടെ കേരള ഗവൺമെന്റ് PSC അപ്പോയിന്റ്മെന്റ് നടത്തിയല്ലോ. ആ നിയമനത്തിന്റെ ഭാഗമായി കിട്ടിയതാണ് കേരള ഗവൺമെന്റ്. അപ്പൊ അച്ഛൻ മന്ത്രിയായിട്ട് വരുന്നു, മകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് അതേ ജില്ലയിൽ തന്നെ.
അതെ അതെ. എന്തായാലും മിഥുനയ്ക്കും ഭാവനയ്ക്കും വൈഫിനും ഒക്കെ താങ്കളെ ഒരു കുടുംബത്തിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും വയനാടിനും കേരളത്തിനും താങ്കളൊരു മന്ത്രിയായി വരുന്നു എന്നതിലുള്ള പ്രത്യേക സന്തോഷം കൂടി അറിയിക്കുന്നു. നന്ദി ശ്രീ OR കേളു ഈ പ്രഭാതത്തിൽ ചേർന്നതിന്. കൂടുതൽ ഊർജ്ജസ്വലമായി ആ വകുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വയനാടിനോടൊപ്പം ആ സന്തോഷം ഞങ്ങളും പങ്കിടുന്നു ശ്രീ OR കേളു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ശ്രീ OR കേളു നിയുക്ത മന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്.